നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിൽ ചെന്നപ്പോൾ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ, അതിപ്പോൾ ലോകം തന്നെ അത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാര്യം വേറൊന്നുമില്ല, അവിടുത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രസ് ഫ്രീഡമുള്ള ഒരു രാജ്യമെന്നാണ് നോർവേ അറിയപ്പെടുന്നത്. പിന്നെ എല്ലേ ലുങ്ക് എന്നൊരു മാധ്യമ പ്രവർത്തക അത് വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രസ് ഫ്രീഡമുള്ള ഒരു നാട്ടിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ലോകമെമ്പാടും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ പ്രധാനമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ ഒരു ചടങ്ങ് കഴിഞ്ഞ് ഉച്ചകോടി കഴിഞ്ഞ് ഇരുവരും ഇറങ്ങി പോവുകയാണ്. പ്രസ് ഫ്രീഡം കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു മാധ്യമപ്രവർത്തകർ അപ്പുറത്ത് നിൽപ്പുണ്ട്. എന്തോ ഒരു ചോദ്യം ചോദിച്ചു പ്രധാനമന്ത്രിയോട്, പക്ഷേ അതൊരു ബ്രീഫിംഗ് സെഷൻ ആയിരുന്നില്ല. അത് മറുപടി നോർവേ പ്രധാനമന്ത്രിയോടോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടോ ഇതിന് മറുപടി പറയണമെന്ന് ആരും പറഞ്ഞിരുന്നില്ല. ഒരു പോകുന്ന പോക്കിന് ആരോ വഴിപോക്ക എന്ന് ചോദ്യം വിളിച്ചു ചോദിച്ചു. പക്ഷേ അടുത്തത് അവരുടെ ചോദ്യം വിത്ത് റെക്കോർഡിംഗ് ആണ്. Prime Minister Modi brought us a gift, a very, very good toffee. നോർവേ പോലുള്ള ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തെ ഒരു ഏറ്റവും വലിയൊരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നും താങ്കളുടെ രാജ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് താങ്കൾ മറുപടി പറയുന്നില്ല എന്നുള്ളത് മോദി അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതേ നോർവേയിൽ അഫ്താൻ പോസ്റ്റ് എന്നൊരു പത്രം പ്രധാനമന്ത്രി വികലമാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു. ഒരു പാമ്പാട്ടിയുടെ, അതായത് ഇന്ധന വില, അതെ, അതിന് ഒരുപാട് അന്തർദേശീയ മാനങ്ങളുണ്ട്. മകുടി ഊതുന്ന ഒരു പാമ്പാട്ടി, മുഖം മോദിയുടേത്. കാരണം റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ നമ്മൾ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ UAE നിന്നും ഇന്ത്യയിൽ എണ്ണ സംഭരിക്കാനുള്ള കരാറുമായി. അപ്പോൾ ഇതൊന്നും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പഴയ കൊളോണിയൽ ചിന്താഗതി ഇപ്പോഴും വെച്ചു. അത് ബ്രിട്ടീഷുകാരൻ്റെ അടിമകളാണ് ഇന്നും ഇന്ത്യക്കാരെന്ന് ആ ഒരു പഴയ ചരിത്ര പുസ്തകം അത് വായിച്ച് സിലബസിലൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ജയിച്ച് ജോലി നേടിയ ചില ഈ നോർവേ അടക്കമുള്ള രാജ്യങ്ങളിലെ ഒരു പഴഞ്ചൻ കൊളോണിയൽ ചിന്താഗതി, അതായത് ഇന്ത്യ ഇന്ധനം വെച്ച് കളിക്കുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ അത് പാമ്പാട്ടിയേക്കാൾ ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു PM-ൻ്റെ തന്നെ കറക്റ്റ് ചിത്രമായിരുന്നെങ്കിൽ എൻ്റെ ആ കാർട്ടൂണിൻ്റെ സെൻസ് മാറിപ്പോയാണ്. ഒരു നല്ല അക്ഷരമാണ്. അല്ല, ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ നല്ല കാർട്ടൂണാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ, ഈ ഇന്ധനം വെച്ച് കളിക്കുന്ന ആൾക്കാരെ, ഈ പാമ്പുകളെല്ലാം വിഷപ്പാമ്പുകളെയാണല്ലോ മകുടി ഊതി വരച്ച വരയിൽ നിർത്തുന്നത് പാമ്പാട്ടി. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി ഈ പറയുന്ന എന്താ പറയുക, ഇന്ധനം വെച്ച് കളിക്കുന്നവരെ മകുടി ഊതിച്ച് വരച്ച വരയിൽ നിർത്തുകയാണ് നരേന്ദ്രമോദി. ഞാൻ അതിനെ, ആ മെസ്സേജിനെ ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയുള്ളൂ. കാരണം നരേന്ദ്രമോദിയുടെ മികവുറ്റ ഭരണം കൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഈ ഫ്യൂവൽ ക്രൈസിസ്, ഇന്ധന പ്രതിസന്ധി ഉണ്ടാകാത്തത്. ബാക്കി പറഞ്ഞോളൂ. അത് ശരിയാണ്. അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഈ എല്ലേ ലുങ്ക് എന്ന ആ ഒരു വനിതാ മാധ്യമപ്രവർത്തക അവർ വിട്ടില്ല. അവർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ശല്യപ്പെടുത്തുന്നു. അപ്പോൾ അത് ഇന്ത്യൻ പ്രതിനിധികൾക്ക് വ്യക്തമായി മനസ്സിലായി, നോർവേ സർക്കാരിന് മനസ്സിലായി. അങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. ഇന്ത്യ വിളിക്കുന്നു, എല്ലേ ലുങ്കിനെ വിളിച്ചു വരുത്തുന്നു. പിന്നീട് കണ്ടത് കുറച്ചു നേരം നിന്ന് ആ AC മുറിയിൽ നിന്ന് എല്ലേ ലുങ്ക് വിയർത്ത് പുറത്തിറങ്ങിപ്പോയി ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരികെ വരും, ഓടി രക്ഷപ്പെട്ട് തിരികെ വന്നു എന്ന് പറയുന്നു. കാരണം ബാഗ് എന്തോ എടുക്കാനുണ്ടായിരുന്നു, അത് വന്ന് എടുത്ത് തിരികെ പോയി. കാരണം അത്ര ചുട്ട മറുപടിയാണ് ഒരു ഇന്ത്യയുടെ ചുണക്കുട്ടനായ ഒരു മലയാളി IFS ഓഫീസർ നൽകിയത്. അതെന്തായിരുന്നു? അതെ, വളരെ രസകരമാണ്. താങ്കൾ തുടങ്ങിയെടുത്ത് ഈ നോർവേയിൽ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഏത് സ്വാതന്ത്ര്യവും രാജേഷ് ജി, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എൻ്റെ സ്വാതന്ത്ര്യം താങ്കളുടെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ എനിക്ക് അവകാശമില്ല, അധികാരമില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല. അതായത് സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ് പ്രശ്നം. എൻ്റെ സ്വാതന്ത്ര്യം അങ്ങയുടെ മൂക്കിൻ തുമ്പിൽ അവസാനിച്ചു. എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം. ആ വാക്കിൻ്റെ അർത്ഥം പോലും വാസ്തവത്തിൽ വളരെ വികൃതമായി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സത്യം. ഇത് നോക്കൂ, ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലേ? ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് എന്താണ് കുഴപ്പം? പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പറ്റുന്നില്ലേ?
നോക്കൂ, നിങ്ങൾക്ക് സൗദി കിരീടാവകാശി MBS മുഹമ്മദ് ബിൻ സൽമാനെ വിമർശിക്കാൻ പറ്റുമോ? അവിടെ ചെന്ന് പറ്റില്ല. അവിടെ ചെന്ന് വിമർശിച്ച വിവരം അറിയാം. എന്ന് വെച്ചാൽ ആയുഷ്കാലം മുഴുവനും നിങ്ങൾക്ക് ചോറ് ഉറപ്പായി, ജയിലിൽ കിടന്നുണ്ണാം അല്ലേ? പക്ഷേ ഇന്ത്യയിലോ നരേന്ദ്രമോദി എന്തൊക്കെ ചീത്തയാ പറയുന്നത്, അമിത്ഷായെ എന്തൊക്കെ ചീത്തയാ പറയുന്ന ആൾക്കാർ. നമ്മൾ ഇവിടെ പിണറായി വിജയൻ ഇല്ലല്ലോ. പക്ഷേ കേരളത്തിൽ ആ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല കേട്ടോ. കേരളത്തിൽ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ ഇനി മാളത്തിൽ നിന്നും തലപൊക്കിയോട് കഴിഞ്ഞ 10 വർഷം അവരെല്ലാം മാളത്തിനകത്തായിരുന്നു. പിണറായി സ്തുതികളും പറഞ്ഞുകൊണ്ട് പിണറായി ഇഷ്ടപ്പെടുമോ VD സതീശനെതിരെ മാധ്യമ സ്വാതന്ത്ര്യം തലപൊക്കും. VD സതീശൻ ഇവിടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ നോർവേയിലെ ഹെല്ലെ ലങ്, ഈ ഹെല്ലെ ലങ് പിന്നെ അവരാരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് നമുക്ക് പിന്നാലെ വരാം. നേരത്തെ അവരുടെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് എങ്ങനെയായിരുന്നു, അതിന് എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് എത്ര കൂടി, മോദിയെ വിമർശിച്ചപ്പോൾ എത്ര കൂടി എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നാലെ വരാം. അതിൻ്റെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ നോർവേയിൽ താങ്കൾ പറഞ്ഞതുപോലെ ഞാനത് ആവർത്തിക്കുന്നില്ല, ഒരു ചുണക്കുട്ടി, അദ്ദേഹം ഒരു മലയാളി ആയതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. നല്ല ഒന്നാം തരം പാലാക്കാരൻ അച്ചായൻ സിബി ജോർജ് എന്ന് പറയുന്ന IFS ഓഫീസർ. അദ്ദേഹം വിദേശകാര്യ വകുപ്പിലെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അദ്ദേഹം കൊടുത്ത മറുപടി വളരെ രസകരവും അങ്ങേയറ്റം ചിന്തോദ്ദീപകവുമാണ്. അതായത് ഒരു രാജ്യം എങ്ങനെയാണ് അവരുടെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ, അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു രാജ്യം എങ്ങനെയാണ് പ്രതികരിച്ചത്, എത്ര ഉന്നതമായ രീതിയിൽ അവിടെ നിന്ന് സധൈര്യം അല്ലാതെ തിരിച്ചിവിടെ വന്നിട്ട് ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ച് നോർവേയുടെ അംബാസഡറെ വിളിച്ച് വരട്ടുകയൊന്നും അല്ല ചെയ്തത്. അവിടെ നോർവേ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി ഞങ്ങൾ ഇതിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്ത മറുപടി വളരെ അക്കമിട്ട് പറയേണ്ടതാണ്. അതായത് ഇവർ ചോദിച്ചത് ഈ നരേന്ദ്രമോദി എന്തുകൊണ്ട് പ്രസ്സിനെ ഫേസ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പറഞ്ഞ നോർവേയിലെ കുറേ പത്രക്കാരെ ഫേസ് ചെയ്യാനല്ല അവിടെ പോയത്. ഇന്ത്യയിലും അദ്ദേഹം പത്രക്കാരെ കാണാനും പാർലമെൻറ്റിലെ കാര്യങ്ങൾ, ക്യാബിനറ്റ് യോഗങ്ങൾ അടക്കം ബ്രീഫ് ചെയ്യാനും അതിന് മന്ത്രി അടക്കമുള്ളവർ ഉണ്ട്. അതിനൊരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ട് അല്ലേ? പാർലമെൻ്ററി കാര്യ മന്ത്രി ഈ കാര്യങ്ങൾ, അതിനാണ് അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. എല്ലായിടത്തും പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പറയുന്നത് എന്തിനാണ്? പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടത് രീതിയിൽ സംവദിക്കുന്നുണ്ട്. അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് അത് സംബന്ധിച്ച് പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഈ രാജ്യത്തുണ്ട് അല്ലേ? അതൊന്നും ഒരു മാധ്യമങ്ങളെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആകാശത്ത് ചന്ദ്രനെ നോക്കി പട്ടി കുരച്ചാൽ ചന്ദ്രൻ അതുകൊണ്ട് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ചന്ദ്രൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ചന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നില്ല. ഈ പട്ടി ഇവിടെ കിടന്ന് ഓരിയിടും, അതിനെ ആര് മൈൻഡ് ചെയ്യുന്നു? ഇതാണ് സത്യത്തിൽ ഈ ഒരു മെസ്സേജ് മാപ്രകൾ മനസ്സിലാക്കണം. ഈ നോർവേയിലെ മദാമ മാപ്രയ്ക്കും പറ്റിയ അബദ്ധം അതാണ്. വെച്ചാൽ നരേന്ദ്രമോദിക്കെതിരെ ചോദ്യം ചോദിച്ചു, നരേന്ദ്രമോദിയെ ഞാൻ വരച്ച വരയിൽ നിർത്തി, എന്റെ ഗ്രാഫ് അങ്ങ് പൊങ്ങും. ഗ്രാഫ് പൊങ്ങുന്ന മാത്രമല്ല, അതൊരു ഒരു ഡീലായിരുന്നു എന്നിപ്പോ വ്യക്തമാകും. ഇവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു, എന്തുകൊണ്ട് പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല, ഒളിച്ചോടുന്നു. അതിന്റെ പുറകിലൊരു ഗൂഢാലോചന. അതിലേക്ക് ഞാൻ വരാം, നമുക്കിത് പെട്ടെന്ന് സംസാരിച്ച് പ്രധാനമന്ത്രി ചേസ് ചെയ്ത് പ്രധാനമന്ത്രി ചേസ് ചെയ്ത് ഇന്ത്യൻ നിർമ്മിത ആയിരുന്നു, ഒരു കൃത്രിമ ബുദ്ധിയായി. ഞാൻ ഇദ്ദേഹത്തിന്റെ മറുപടി പറയാം. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഈ വനിതാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ഇന്ത്യയിൽ പിന്നെ പ്രസ് ഫ്രീഡം ഉണ്ടോ? ഇന്ത്യയിൽ ഈ ജാതീയമായ വലിയ വേർതിരിവുകളില്ലേ? മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങൾ ഭയത്തിലാണ് അവിടെ ജീവിക്കുന്നത്, ഭീതിയുടെ നിഴലിലാണ് ജീവിക്കുന്നത്, അവർക്ക് അവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വളരെ എന്താ പറയുക, ഒരു അടിസ്ഥാനവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹം പറഞ്ഞത് ഈ അറിവില്ലാത്ത സന്നദ്ധ സംഘടനകളുടെ റിപ്പോർട്ടുകൾ മാത്രം വായിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുത്, ഇന്ത്യയെ എന്തിന് വിശ്വസിക്കണം എന്ന ഈ നോർവീജിയൻ മാധ്യമപ്രവർത്തകയ്ക്ക് കണക്കുകൾ നിരത്തി, വസ്തുതകൾ നിരത്തിയാണ് അദ്ദേഹം മറുപടി നൽകിയത്, സിബി ജോർജ്. ഒന്നാമത്തത്,
ലോക ജനസംഖ്യയുടെ 1/6 ഇന്ത്യയിലാണ്. പക്ഷേ ലോകത്തിലെ പ്രശ്നങ്ങളുടെ 1/6 ഇന്ത്യയിലില്ല. ലോകം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന, ലോകം അതിജീവിക്കാൻ ശ്രമിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ 1/6 പ്രശ്നങ്ങൾ പോലും ഇന്ത്യയിലില്ല. നോക്കൂ, എത്ര കാച്ചിക്കുറുക്കിയ മറുപടി. ഇനി അടുത്തത്, പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ശക്തമായ ഭരണഘടന ഞങ്ങൾക്കുണ്ട്. അതായത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നൊരു സാധനം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ഏറ്റവും ഭംഗിയായി അത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് നൽകി വരുന്നു. അത് ലംഘിക്കാൻ ഒരു കാരണവശാലും ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത്, അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഏത് പൗരനും കോടതിയെ സമീപിക്കാം, ചോദ്യം ചെയ്യാം, ഇവിടെ അതിന് നടപടി ഉണ്ടാകും. മൂന്നാമത്തത്. അത് കഴിഞ്ഞ് നാലാമത്തത്, സ്ത്രീകൾക്ക് തുല്യ അവകാശമുള്ള രാജ്യമാണ്. നോക്കൂ, ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ സ്ത്രീ സംവരണം നടപ്പാക്കിയിട്ടുണ്ട്? പാർലമെൻറ്റിലടക്കം. നമുക്ക് നമ്മുടെ നോക്കൂ, തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും 50% സംവരണം നടപ്പാക്കിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ജനാധിപത്യം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതെ, യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഈ ഒരു പോയിന്റ് സത്യത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ നമ്മൾ കാല് തൊട്ട് തൊഴണം, അഭിനന്ദിക്കണം. നോർവേക്ക് പോലും അമേരിക്കയ്ക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. ഡൽഹിയിൽ മാത്രം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് 200ഓളം TV ചാനലുകൾ മാത്രമുണ്ട്. പത്രങ്ങളുടെ എണ്ണം വേറെ, ഓൺലൈനുകളുടെ എണ്ണം വേറെ. അപ്പോൾ ഇത്രയും ബൃഹത്തായൊരു മാധ്യമ ശൃംഖലയുള്ള രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രസ് ഫ്രീഡം ഇല്ലെന്ന്. ഇവിടെ ഓരോരുത്തരും നരേന്ദ്രമോദി, സോഷ്യൽ മീഡിയ വേറെ കിടക്കുന്നു, ആയിരക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആൾക്കാർ, അതായത് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ്. മോദിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ന്യൂട്രലായും ഒക്കെ എഴുതുന്നവരെ ആരാ ഇവിടെ? ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ നരേന്ദ്രമോദിയെ ചാണകത്തലയൻ എന്ന് വിളിച്ചിട്ട് സർക്കാർ ഒരു നടപടി എടുത്തില്ല. അത് കോടതിയിൽ പോയി പരാതിയായി അതിന് കോടതിയിൽ പോകുമെന്ന് കണ്ടപ്പോഴാണ് ഒരു FIR ഡൽഹി പോലീസ് ഇട്ടത്. അല്ലേ, അത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനാണ്, ബഹുമാനപ്പെട്ട ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ചാണകത്തലയൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. എന്നിട്ട് അയാളുടെ തല ഇവിടെ ആരും കൊയ്തില്ല. നിസ്സാരം ഒരു ചോദ്യപേപ്പറിൽ ഒരു പേര് വന്നപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കൈവെട്ടിയ ഒരു സംഭവമുണ്ട് ഒരു അധ്യാപകൻ്റെ. നോക്കൂ, ഫ്രാൻസിൽ ഒരു കാർട്ടൂൺ വരച്ചതിനാണ് ഒരു പത്രസ്ഥാപനം ബോംബ് വെച്ച് തകർത്തത്. അല്ലേ, അങ്ങനെയൊന്നും ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല അത്ര കാര്യമായിട്ട്. ഇവിടെ ഒരു കൈവെട്ട് കേസ് മാത്രം. അത് ഈ കേരളത്തിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണെന്നും കൂടി ആലോചിക്കണം, കേരളവും രാജ്യവുമൊക്കെ. ഇന്നോ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളത്. ഇനി ഇന്ത്യയുടെ വലുപ്പവും വൈവിധ്യവും ഈ മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ. ഈ പറഞ്ഞതുപോലെ നമ്മൾ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ വെറുതെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കണം. നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്ന്. അതുപോലെ കിഴക്കും പടിഞ്ഞാറും ഒന്ന് യാത്ര ചെയ്ത് നോക്കണം, അപ്പോൾ മനസ്സിലാവും ഇന്ത്യ എന്താണെന്ന്. അല്ലേ, അതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഏതെങ്കിലും വിവരദോഷികളായ NGOകൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഒരു വശത്ത് ശ്രമിക്കുന്നു, അതിനപ്പുറത്തേക്ക് കുറേ NGOകൾ ശക്തമായിട്ട് പണമൊഴുക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന വളരെ ചെറിയ സംഭവങ്ങളെപ്പോലും പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നു, വ്യാജ നരേറ്റീവുകൾ നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ പത്രപ്രവർത്തകനെ എല്ലേക്ക് അവര് വരെ എയുടെ സഹായത്തോടെ തേടിക്കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിലേക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മാധ്യമ പ്രവർത്തനം പുരോഗമിക്കുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതാണ് പ്രസ് ഫ്രീഡം എങ്കിൽ നമുക്കൊന്നും പറയാൻ അധികാരം പോകില്ല. അങ്ങനെ ഏതെങ്കിലും വിവരദോഷികളായ NGOകൾ നൽകുന്ന 1-2 റിപ്പോർട്ടുകൾ വായിച്ച് ചോദ്യങ്ങളുമായി വരരുത്. ഇന്ത്യ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ഞങ്ങൾ എപ്പോഴും നിയമങ്ങൾക്കനുസരിച്ചേ പ്രവർത്തിക്കാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കോവിഡ് സമയത്ത് എവിടെ പോയിരുന്നു അമേരിക്കയും ചൈനയും ഒക്കെ?
150-ലധികം രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ സൗജന്യമായി കൊടുത്തൊരു രാഷ്ട്രമാണ് ഭാരതം. അതായത് അവർക്ക് ആരും സഹായിക്കില്ല എന്നുറപ്പുള്ള ഒരു സമയത്ത്, ദരിദ്ര രാഷ്ട്രങ്ങളുണ്ട്, വിഭവങ്ങൾ കുറഞ്ഞ രാഷ്ട്രങ്ങളുണ്ട്, ജനസംഖ്യ വളരെ കുറഞ്ഞ ചെറിയ രാഷ്ട്രങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങ് പോണെങ്കിൽ പോട്ടെ, ചത്തൊടുങ്ങി പോട്ടെ, ആ പ്രദേശവും കൂടെ അങ്ങ് പിടിച്ചെടുക്കാമല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നവരായിരുന്നു ലോകത്ത് വലിയ ലോക പോലീസൊക്കെ ചമഞ്ഞ് നടക്കുന്നവർ. പക്ഷെ അവിടെ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആ 150 രാഷ്ട്രങ്ങളിൽ സൗജന്യമായിട്ടും കോവിഡ് വാക്സിനുമായിട്ട് ചെന്നു. അതുമാത്രമല്ല, ഈ സൗജന്യമായിട്ട് മരുന്നുകൾ, കോവിഡിന് മാത്രമല്ല അല്ലാതെയുള്ള മരുന്നുകൾ അതെത്തിച്ചു ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യയാണ് ഇങ്ങനെയുള്ള ഇന്ത്യയെയും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച നരേന്ദ്രമോദിയെയാണ് താറടിച്ച് കാണിക്കാൻ ഒരു നോർവീജിയൻ മാധ്യമപ്രവർത്തക, വനിതാ മാധ്യമപ്രവർത്തക രംഗത്ത് വന്നിരിക്കുന്നത്. കോവിഡിന്റെ മരുന്ന് ഈ മാധ്യമപ്രവർത്തക ആ വിവരം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. തീർന്നില്ല. കോവിഡിന്റെ വാർത്ത അറിഞ്ഞപ്പോഴാണ് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച ചൈനയിലേക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സന്ദർശനം നടത്തിയിരുന്നില്ല. ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. പക്ഷേ എയർപോർട്ടിൽ കൊണ്ടുവന്ന ഒരു വലിയ ഡസ്റ്റ്ബിന്നിനകത്ത് മറ്റേ കൈ സാനിറ്റൈസ് ചെയ്തിട്ടാണ് പ്ലെയിനിൽ കയറി മടങ്ങിയത്. വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ചിപ്പുണ്ടോ, ഇതിനകത്ത് വൈറസ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയും? ഇതെങ്ങനെ അറിയും? ഇത് അമേരിക്കയിൽ കൊണ്ടോ ഇത് മുഴുക്കം പരിശോധിക്കാൻ പറ്റുമോ? ഇന്ത്യ അങ്ങനെ ഭയക്കാറുണ്ടോ? ഇന്ത്യക്ക് അങ്ങനത്തെ ഭയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇന്ത്യയെ ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് വാങ്ങിച്ചു പോകുന്ന ട്രംപ് വളരെ സന്തോഷത്തോടെ അതുകൊണ്ട് അമേരിക്കയിൽ പോകും. അതാണ് വിശ്വാസ്യത. ഇന്ത്യ ഒരിക്കലും ചതിക്കില്ല. അതേസമയം ചൈനയിൽ അങ്ങനെ ഒരു വിശ്വാസ്യത അമേരിക്കയ്ക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം സിബി ജോർജ് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്, ഇതൊന്നും നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. മാത്രമല്ല, അദ്ദേഹം സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ വിളിച്ച പത്രസമ്മേളനമാണ്, നോർവേജിയൻ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ വിളിച്ചതാണ്, ഞാൻ ക്ഷണിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, ദയവായി എനിക്ക് പറയാനുള്ളത് കേൾക്കുക, കേട്ടതിന് ശേഷം ചോദ്യം ചോദിക്കുക, അതിന് ഞാൻ മറുപടി പറയാം, അല്ലാതെ തടസ്സപ്പെടുത്തരുത് എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇത് കേട്ടതും ഈ ഹെല്ലേ ലിങ്ക് ഇറങ്ങി ഓടി. അതായത് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നോ എന്തോ പറഞ്ഞോണ്ട് ഇറങ്ങി ഓടിയിട്ട് കുറച്ച് തിരിച്ചു വന്നു, ബാഗ് മറന്നു വെച്ചു, പിന്നെ ആ ബാഗ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഫലമാണെന്ന്. അതെ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഇന്ത്യയിൽ എന്താ നടന്നത്? ഈ പറഞ്ഞതുപോലെ ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഞാൻ മറുപടി പറയാം, കാത്തിരിക്കുകയാണ്. അതായത് നരേന്ദ്രമോദിക്കെതിരെ ലിങ്ക് ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെടുന്നു, ഇമെയിൽ ബന്ധപ്പെടുന്നു, എനിക്കൊരു ഇന്റർവ്യൂ വേണം. അത് ഉടനെ റെഡിയായി. അത് ഓൺലൈനായിട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ റെഡിയായി. നോക്കൂ, ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അവിടുത്തെ പ്രധാനമന്ത്രിയെ വിദേശ രാജ്യത്ത് അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് വിട്ടുകൊടുക്കുമോ? അതിന് കുട പിടിക്കുമോ? ഇത് ഈ ഇന്ത്യയിലെ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതിന് കാരണം ഈ പ്രതിപക്ഷ നേതാവ് മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് ഇന്ത്യക്കാരനാകണം. അദ്ദേഹം ഇന്ത്യക്കാരനല്ല. അതെ. അതാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റു രാജ്യത്തിൽ പോകുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ആ പ്രധാനമന്ത്രിയെ അവിടുത്തെ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കാൻ ഇവിടെ നിന്ന് ശ്രമിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് മൊത്തം ഈ നരേന്ദ്രമോദിയുടെ ഈ സംഭവത്തിന് ശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു മറുപടിയും എന്തുകൊണ്ട് മോദി ഭയന്നോടുന്നു എന്നൊക്കെ അവളുടെ ഒളിച്ച് മാളത്തിനകത്തിരുന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ അവിടെയും വൈറലായി കാണുമല്ലോ. അപ്പോൾ അതിനേക്കാൾ നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അതെ. ഇത് മാത്രമല്ല, ആനന്ദ് രംഗനാഥൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഈ ഹെല്ലേ ലിങ്ക് ഇവർ ഈ മോദിക്കെതിരായിട്ട് ട്വീറ്റ് ചെയ്യുന്ന അവരുടെ ഈ ചോദ്യവും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അവസാനത്തെ ട്വീറ്റ് ഏപ്രിൽ 2024 ഏപ്രിൽ 10 ആലോചിച്ച് നോക്കണം. 2024 ഏപ്രിൽ 10 ശേഷം അവർ ഒരു ട്വീറ്റും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ട്വീറ്റ് ചെയ്യുന്നത് 2026. അവരുടെ ആകെ ഫോളോവേഴ്സിന്റെ എണ്ണം ജസ്റ്റ് 800. ഇതിനു മുമ്പ് ഒരിക്കലും അവർ ഇന്ത്യയെക്കുറിച്ചോ മോദിയെക്കുറിച്ചോ
അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരക്ഷരം ട്വീറ്റ് ചെയ്തിട്ടില്ല ഇതിന് മുമ്പ്. ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഈ എക്സ് അക്കൗണ്ട് അൺവെരിഫൈഡ് അക്കൗണ്ടാണ്. ഇവർ ശരിക്കും ഇവർ ജേർണലിസ്റ്റ് ആണോ? ഇവരൊരു ടിക്ടോക്ക് ജേർണലിസ്റ്റാണ്. പേ പെർ സ്റ്റോറി, അതായത് ഒരു ചെയ്യുന്ന സ്റ്റോറിക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കും. അങ്ങനത്തെ ഒരു ടിക്ടോക്ക് ജേർണലിസ്റ്റാണ്. മോസ്റ്റ് ട്വീറ്റ്സ്, അതായത് അവർക്ക് അങ്ങനത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ 0 റീട്വീറ്റ്സ്. അവരുടെ ട്വീറ്റുകൾ റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് 2 ലൈക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി തീർന്നില്ല, അവർ ഫേമസ് അല്ലെന്ന് അർത്ഥം. അതെ, തീർന്നില്ല. ആഫ്റ്റർ ട്വീറ്റിംഗ് എഗൻസ്റ്റ് PM മോഡി, അതിൻ്റെ കണക്കും അദ്ദേഹം പറയുന്നുണ്ട്. 27,000 ഫോളോവേഴ്സ് ഇൻ ജസ്റ്റ് 24 hours അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് മാത്രമല്ല അവർ ഈ ബ്ലൂ ടിക്ക് അവർക്ക് കിട്ടുന്നു ഈ എക്സിൽ. അതായത് അവർ മോണിറ്റൈസ് ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സഡൻലി ഗോട്ട് മണി. അപ്പോൾ അതാണ് പെയ്ഡ് ജേർണലിസം എന്ന് പറയുന്നത്. അതെ, ഫുൾ കവറേജ് ബൈ വേരിയസ് മീഡിയ ഹൗസസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പം ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ ഉടനെ അത് ലോകം മുഴുവൻ എത്തിക്കാൻ കാത്തിരിക്കുന്ന BBC ഉൾപ്പെടെയുള്ളവർ. അതും അദ്ദേഹം പറയുന്നുണ്ട്. ഇൻ്റർവ്യൂസ് ലൈൻഡ് അപ്പ് വിത്ത് anti-BJP anti-India ചാനൽസ് ഇൻക്ലൂഡിങ് BBC. ഈ സ്ത്രീയെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്നവരുടെ നീണ്ട നിരയാണ്. ഫോളോഡ് ബൈ ധ്രുവ് റാഠി, ജർമ്മനിയിലെങ്ങണ്ടോ ഒളിച്ചിരുന്ന് മറ്റേ വീഡിയോ എടുത്ത് ഇതിലിട്ട് ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും പ്രധാനമന്ത്രിയൊക്കെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെക്കനുണ്ടല്ലോ, അവൻ ഉടനെ അവൻ, അതുപോലെ റാവിഷ് കുമാർ, ആംപിത് ശർമ്മ, അർഫ, അങ്ങനെ ഈ ഇന്ത്യയെ ഈ പാകിസ്ഥാനിൽ ഉൾപ്പെടെ ഇരുന്ന് കൈകാര്യം ചെയ്യുന്ന 1 ഡസൻ ഹാൻഡിലുകൾ രംഗത്തെത്തി, കുതിച്ചെത്തി ഇവരെ പിന്തുണച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇതൊരു പ്ലാൻഡ് ഹിറ്റാണെന്ന്? നരേന്ദ്രമോദിക്കെതിരെ ആസൂത്രിതമായി അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഇവരെ ഉപയോഗിച്ചിരിക്കുക എന്നുള്ളത് അതാണ്. അത് മാത്രമല്ല, ഈ പിന്നെ രാഹുൽ ഗാന്ധിയോട് അഭിമുഖത്തിന് അവസരം ചോദിച്ചു വരിക, അദ്ദേഹം ഉടൻ തന്നെ അതിന് അനുവാദം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ഇതിൻ്റെ ആസൂത്രണം നടന്നത് ഇന്ത്യയിലാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷം വാടകയ്ക്കെടുത്ത ഒരു ഉപകരണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉപകരണം ഇതൊന്നും പരിശോധിക്കാതാണ് നോർവേ സർക്കാർ അവരുടെ പ്രധാനമന്ത്രിയും ഒരു മറ്റു രാഷ്ട്രത്തലവനും വരുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത്. ഇവിടെ അങ്ങനെ നടക്കും? ഇന്ത്യയിൽ അങ്ങനെ നടക്കും? അല്ല, അങ്ങനെയല്ല രാജേഷ് ജി. അതിനകത്ത് നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, പ്രസ് ഫ്രീഡം ഉള്ള ഒരു സ്ഥലമാണ്. ആർക്കും ഒരു ക്യാമറയായിട്ട് കയറി വരാം. ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നിടത്ത് എനിക്കൊരു എൻ്റെ അക്കൗണ്ടിലേക്ക്, എൻ്റെ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലേക്ക് കൊടുക്കാനാണ്. ഡൊണാൾഡ് ട്രംപ് നോർവേയിലേക്ക് വരുന്നു, ഒരു എന്തെങ്കിലും ഒരു തർക്കത്തിന് ഒരു കാരണമാകുന്നു. ഇതുപോലെ അല്ല, സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് നോർവേയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ നടക്കുമോ? അദ്ദേഹത്തിന്റെ മുമ്പിൽ വ്ളാദിമിർ പുതിൻ വരുന്നു, നടക്കുമോ? ഇപ്പം നടക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയില്ല. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ FBI-യും CIA-യും അതുപോലെ KGB-യും ഒക്കെ ഉണ്ട്. ചെവി തൂക്കിയെടുത്തവന്മാർ പുറത്ത് കളും നല്ല ചവിട്ടും കൊടുക്കും. പക്ഷേ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ്, നമ്മൾ സ്ത്രീകളെ അംഗീകരിക്കുന്നവരാണ്. നമ്മൾ അറിയാമല്ലോ, സ്ത്രീ എന്നാൽ, നാരി എന്നാൽ ദേവിയാണ്. നമ്മൾ ദേവിയായിട്ട് പൂജിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനൊരു കാര്യം ചെയ്യില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വലിയ വില കൊടുക്കുന്നുണ്ട് മറ്റാരെക്കാളും. ഈ പറയുന്ന അമേരിക്കയും യൂറോപ്പും മാത്രമൊന്നും അല്ല, അതിനേക്കാളും ഒക്കെ വില നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു മര്യാദയുണ്ട്, ആതിഥ്യ മര്യാദ. ഒരിക്കലും നമ്മൾ, അതായത് അതിഥിയായിട്ട് ചെന്ന് കയറുന്നയാൾ അവിടെ എന്ത് പ്രവർത്തിക്കണം, എത്ര വരെ സ്വാതന്ത്ര്യം എടുക്കണം, അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ പാരമ്പര്യം അതാണ്, നമ്മുടെ സംസ്കാരം അതാണ്. അത് വിട്ടിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറില്ല. അത് നരേന്ദ്രമോദി ആയാലും ശരി, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായാലും ശരി, അതൊക്കെ ആ പ്രോട്ടോക്കോളല്ല നമ്മൾ പാലിക്കും. ഇവിടെ അതുകൊണ്ടാണ് സിബി ജോർജ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യലാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. അമേരിക്കയിലെ FBI-യും റഷ്യയുടെ KGB ഒക്കെ ചെയ്യേണ്ട ജോലിയാണ് നമ്മുടെ ഈ IFS ഉദ്യോഗസ്ഥൻ ചെയ്തത്. ശരിക്കും അല്ല, അവര്
തൊഴിച്ചു പുറത്താക്കും. ഇവിടെ അദ്ദേഹം അത് ചെയ്തില്ല, നല്ല മറുപടി കൊടുത്തു, വളരെ കൃത്യമായി മറുപടി കൊടുത്തു. ആ മറുപടി അവരെ സ്വയം പുറത്തു പോകാൻ പ്രേരിപ്പിച്ചു. അതായത് നാണം കെട്ട് തലയും താഴ്ത്തി തലയിൽ മുണ്ടിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് സിബി ജോർജ് എന്ന ആ വ്യക്തിയുടെ, ആ ഉദ്യോഗസ്ഥൻ്റെ, സർവോപരി മലയാളി കൂടിയായ അദ്ദേഹത്തിൻ്റെ ആ മറുപടി, അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് വളരെ കൃത്യം. എന്നിട്ട് അതേ അവസാനം പറഞ്ഞു, ഇതൊന്നും നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല, പക്ഷേ മര്യാദയുടെ പുറത്ത് ഞങ്ങളിത് പറയുന്നു. ഞങ്ങളോട് ചോദിച്ച ചോദ്യം ലോകം മുഴുവനും കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മറുപടി പറയുന്നു. അത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ഒരു പാലക്കാരൻ മലയാളി വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ്, അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുട്ട മറുപടി അക്കമിട്ട്, എന്തൊക്കെയാണോ അവർ ചോദിച്ചത്, അവരുടെ ചോദ്യത്തിൽ ഉള്ളടങ്ങിയിരുന്നത്, അതിനെല്ലാം അക്കമിട്ടുകൊണ്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തി എന്ന് നിസ്സംശയം പറയാം. ഒരു മലയാളി അത്തരത്തിലൊരു മറുപടി കൊടുത്തതിൽ, അതും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാൾ തന്നെ ആ മറുപടി കൊടുത്തതിൽ നമുക്ക് അങ്ങേയറ്റം സന്തോഷിക്കാം, അഭിമാനിക്കാം. എന്തായാലും അങ്ങനെ ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും അപമാനിക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടി ഒളിഞ്ഞിരിക്കുന്നു. അതാണ് നോർവേയിൽ കണ്ടത്. ആ ഒരു നാടകം, സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം വളരെ കൃത്യമായിട്ട് നടത്തി കൃത്യസമയത്ത് തന്നെ അതിൻ്റെ കർട്ടൻ പൊങ്ങി. പക്ഷേ ഈ അഭിനേതാവ് സ്റ്റേജിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. എന്തായാലും നമോ വാഗം നരേന്ദ്രമോദിക്ക് എന്ന് പറയാതിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യക്ക് പുറത്ത് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാൻ SPG മാത്രമല്ല, നമ്മുടെ വിദേശകാര്യ ഉദ്യോഗസ്ഥന്മാരും വകുപ്പും ഇതോടെ ഭാരതത്തിനും ലോകത്തിനും മനസ്സിലായിട്ടുണ്ട്. അതെ.